ഉത്ബത്ത് ബിൻ ഷൈബ, അബൂ അമ്മാറ എന്ന് പറയുന്ന ഉത്ബത്ത് ബിൻ ഷൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ച് പിരിഞ്ഞ് ഖുറൈശി പ്രമുഖന്മാരെ കണ്ട് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ നേരത്തെ തന്നെ ഖുറൈശി പ്രമുഖന്മാർക്ക് ബോധ്യമായ സംഗതിയാണ്. ഒന്നുകൂടി അവർക്ക് ബോധ്യമായിട്ടുള്ളത്, അതായത് ഖുർആൻ അത് നാട്ടിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ്. മുഹമ്മദിനെ ഒരു കാരണവശാലും തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. എന്നാലോ മുഹമ്മദിനെ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ അനുയായികളെ അങ്ങനെ വെറുതെ വിടാനും പറ്റുകയില്ല. ഇനി എന്താണ് ഒരു പോംവഴി? അവരാലോചിച്ചെത്തിയത് അബൂ താലിബാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്നത്. അതുകൊണ്ട് അബൂ താലിബിനെ സ്വാധീനിക്കുക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക, അകറ്റുക. അതിനുള്ള മാർഗം ആരായുക എന്നതാണ് അവർ ആലോചിച്ചെത്തിയിട്ടുള്ള മാർഗം. അതിനുവേണ്ടി അവർ ആദ്യമായി അബൂ താലിബിനെ സമീപിക്കുന്നുണ്ട്. അവർ അബൂ താലിബിനോട് പറഞ്ഞത്, ആ കൂട്ടത്തിൽ പ്രമുഖന്മാർ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നത് കൂടി അറിഞ്ഞു വെക്കുന്നതല്ലാണ്. ഉത്ബത്ത് ബിൻ റബീഅ, ഷൈബത്ത് ബിൻ റബീഅ, അബൂ സുഫിയാൻ, അബുൽ മുഹ്തരി ബിൻ ഹിഷാം, അസ്വദ് ബിൻ മുത്തലിബ്, അബുൽ ഹക്കം ബിൻ ഹിഷാം അതായത് അബൂ ജഹൽ, നബീഹ് ബിൻ ഹജ്ജാജ്, മുനബ്ബഹ് ബിൻ ഹജ്ജാജ്, നളർ ബിൻ ഹാരിസ്, സമ്മത്ത് ബിൻ അസ്വദ്, വലീദ് ബിൻ മുഗീറ, ആസ് ബിൻ വായിൽ, ഉമയ്യത്ത് ബിൻ ഖലഫ്, ഇവരൊക്കെയാണ് ഖുറൈശി പ്രമുഖന്മാർ. അവരൊന്നായിട്ടാണ് അബൂ താലിബിനെ ചെന്ന് കാണുന്നത്. എന്നിട്ട് അബൂ താലിബിനോട് അവർ പറഞ്ഞത്, അബൂ താലിബ്, താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദ് അവൻ ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ അടച്ച് ആക്ഷേപിക്കുകയാണ്. ഞങ്ങളുടെ മതത്തെപ്പോലും അവൻ വിടില്ല. നമ്മുടെ കാലഘട്ടത്തിലെ ഒരു പ്രശ്നമാണല്ലോ മതനിന്ദ അല്ലെങ്കിൽ മതവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മതത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, ഇതൊക്കെ കുറ്റകരമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരാണെന്നാണ് മുഹമ്മദ് പറയുന്നത്. ഞങ്ങളുടെ പിതാക്കളൊക്കെ വഴിതെറ്റിപ്പോയവരാണ് എന്നുകൂടി അവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ താങ്കൾ അവനെ തടയുക, അല്ലെങ്കിൽ അവനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുക. രണ്ടാലൊന്ന് ചെയ്യണം. എന്താണ് താങ്കൾ ചെയ്യുന്നതെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം. എന്തായിരുന്നാലും ഈ ഒരവസ്ഥ തുടർന്നു പോവാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നാണ് അവർ അബൂ താലിബിനോട് പറഞ്ഞത്. അബൂ താലിബ് വളരെ സംയമനത്തോടുകൂടി നയപരമായി അവരുടെ വാക്കുകൾ പറയണമൊക്കെ കേട്ടു അവരെ അവിടുന്ന് പിരിച്ചയക്കുകയാണ്. പക്ഷേ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇതുമായി ബന്ധപ്പെട്ട് വല്ലതും സംസാരിക്കുകയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഇത് നാട്ടിൽ സാധാരണ ഉണ്ടാവുന്നൊരു സംഗതിയാണ്. ഏത് രാജ്യത്തായാലും സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, അനീതിയെ അസത്യത്തെ എതിർക്കുന്ന, അന്ധവിശ്വാസങ്ങൾ തള്ളിപ്പറയുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കെതിരിൽ
സമൂഹം തിരിയുക എന്നുള്ളത്. അപ്പോൾ അതിലൊരു അത്ഭുത ഉള്ള ഒരു കാര്യമൊന്നും അല്ല, ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് ഖുറൈശി പ്രമുഖന്മാരുടെ ഈ ആവശ്യം അത് ഒരു സാധാരണ സംഗതിയായിട്ടേ പരിഗണിക്കേണ്ടതുള്ളൂ എന്നായിരിക്കണം അബൂ താലിബ് മനസ്സിലാക്കിയത്. അദ്ദേഹം അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സംസാരിച്ചതായിട്ടൊന്നും ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് നാൾ ഈ നേതാക്കന്മാർ കാത്തിരുന്നു, എന്താണ് അബൂ താലിബ് ചെയ്യാൻ പോണതെന്നൊന്നും അറിയണമല്ലോ. പക്ഷെ അബൂ താലിബിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പരിഗണനയും അല്ലെങ്കിൽ പ്രതികരണവുമില്ല. മുഹമ്മദ് തൻ്റെ പണി നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ രണ്ടാമതും അബൂ താലിബിനെ ചെന്ന് കാണുന്നുണ്ട്. ഈ പ്രാവശ്യം അല്പവും കൂടി ഗൗരവതരത്തിലാണ് അബൂ താലിബിനോട് അവർ സംസാരിച്ചത്. അബൂ താലിബ്, താങ്കൾക്ക് സമൂഹത്തിൽ കുറച്ച് മാനവും സ്ഥാനവും ഒക്കെ ഉണ്ട്, അല്പം പ്രായക്കൂടുതലുള്ള ആളാണ് താങ്കൾ, അതുകൊണ്ടാണ് ഞങ്ങൾ താങ്കളെ ആദരിക്കുന്നത്. താങ്കളുടെ സഹോദരപുത്രനെ ഈ പണിയിൽ നിന്നൊക്കെ തടയണം എന്ന് താങ്കളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ താങ്കൾ അവനെ തടഞ്ഞില്ല, അവനെ കയറൂരി വിട്ടിരിക്കുകയാണ് വീണ്ടും. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നതും ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുന്നതും ഞങ്ങളുടെ മതത്തെ തള്ളിപ്പറയുന്നതും പൂർവികന്മാരെ വഴിതെറ്റിയവരായിട്ട് പറയുന്നതൊന്നും കേട്ടിരിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ക്ഷമ ഒക്കെ നശിച്ചിട്ടുണ്ട്, ക്ഷമ നെല്ലിപ്പടി കണ്ടിട്ടുണ്ട് എന്നാണ് അവർ അബൂ താലിബിനോട് പറയുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ അബൂ താലിബ് അടക്കം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്ന ബനൂ ഹാഷിം, ബനൂ മുത്തലിബ് അടക്കം, ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നശിക്കുക, രണ്ടാലൊരു സംഗതി തീരുമാനിച്ചേ പറ്റൂ എന്നൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഇക്കുറി അവർ അബൂ താലിബിനെ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും അത് അബൂ താലിബിനെ സ്വാധീനിക്കും. എന്താണ് വരാൻ പോകുന്നത്? ഒരു നാട് മുഴുക്കെ തനിക്കെതിരിൽ, തൻ്റെ കുടുംബത്തിൻ്റെ എതിരിൽ തിരിഞ്ഞാൽ അതിനെ നേരിടാനുള്ള കഴിവും ശേഷിയൊന്നുമില്ല. ഈ ഘട്ടത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, സഹോദരപുത്ര, ഇവിടെ നിൻ്റെ ആളുകൾ വന്നിരുന്നു. നിൻ്റെ ആളുകൾ എന്ന് പറയുന്നതോട് ഉദ്ദേശം ഖുറൈശി പ്രമുഖരാണ്. നിൻ്റെ ആളുകൾ വന്നിരുന്നു, അവർ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ ഈ പ്രയാസത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. ആളുകളുടെ എതിർപ്പ് നേരിടുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ഇതാണ് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ, താങ്കളുടെ ഈ പണി, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ പറ്റുമെങ്കിൽ നിർത്തിവെക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ്, ഒരു അഭ്യർത്ഥനയാണ് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചത്. കാരണം അബൂ താലിബിനറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സംഗതി ശരിയാണെന്നും അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമാവുകയില്ല. അദ്ദേഹം സ്വന്തം ഇച്ഛക്കൊത്ത്, താല്പര്യത്തിനൊത്ത് അല്ല ഇത് പറയുന്നത് എന്ന് അബൂ താലിബിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, വലഖദ് അലിംതു അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. മുഹമ്മദിൻ്റെ ദീൻ, മുഹമ്മദ് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആദർശം, അത് മനുഷ്യർ അംഗീകരിച്ച എല്ലാ ആദർശങ്ങളെക്കാളും ഉത്തമമായ, ഉദാത്തമായിട്ടുള്ള ആദർശമാണെന്ന് എനിക്കറിയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ സംഗതി അറിയാത്തത് കൊണ്ടല്ല അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
തൽക്കാലം ഇതിൽ നിന്നൊന്ന് പിന്തിരിയാൻ പറ്റുമോ എന്നുള്ള ഒരു അഭ്യർത്ഥന നടത്തുന്നത്. കാരണം സമൂഹം മൊത്തം തിരിയുമ്പോൾ അവർ നേരിടാനാവുകയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്പോൾ നൽകി വരുന്ന ഈ സംരക്ഷണം അത് ഭാവിയിൽ ഫലപ്രദമല്ലാതെ വരും. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുമോ എന്നുള്ള ഒരു ഭീതി കൂടി, ആശങ്ക കൂടി അബൂ താലിബിനുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുമോ? ഒന്നാമതായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഏറ്റെടുത്തിട്ടുള്ള സംഗതിയല്ല. അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ച് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള സംഗതിയാണത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കഴിയുകയും പറ്റില്ല. എന്നാൽ പിതൃവ്യം തന്നെ കൈവടിയുകയാണോ എന്ന ഒരു സംശയം ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. അത് അദ്ദേഹം അങ്ങനെ പ്രകടിപ്പിക്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അത് പ്രകടമാണ്. അബൂ താലിബിനോട് അദ്ദേഹം പറഞ്ഞു, ലൗ വളഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ ഷിമാലി. അവർ സൂര്യനെ പിടിച്ച് എൻ്റെ വലത്തെ കയ്യിലും ചന്ദ്രനെ പിടിച്ച് ഇടത്തെ കയ്യിലും തന്നാലും ഞാൻ ഏർപ്പെട്ടിട്ടുള്ള ഈ ഉദ്യമത്തിൽ നിന്ന്, ഏർപ്പാടിൽ നിന്ന്, അതായത് അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുക എന്നുള്ള ഈ സംരംഭത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്തിരിയാൻ തയ്യാറല്ല. ഒരു വേള ഇത് വിജയിക്കാം, അല്ലെങ്കിൽ ഈ മാർഗത്തിൽ ഞാൻ രക്തസാക്ഷിയാവാം, രണ്ടാമതേ സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം പിതൃവ്യർ എന്നോട് പറയരുത് എന്നുള്ള നിലക്കാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിനോട് പറയുന്നത്. എന്നാൽ അബൂ താലിബിനോട് തന്നോടുള്ള വാത്സല്യവും തനിക്ക് അബൂ താലിബിനോടുള്ള ആദരവുമൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പിരിഞ്ഞു പോണത്. അദ്ദേഹം അല്പം ഗദ്ഗദകണ്ഠനായി കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് അവിടുന്ന് പിരിയുന്നത്. ഇത് കണ്ടപ്പോൾ അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം ആ സ്വന്തം പിതാവിനേക്കാൾ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട്. അബൂ താലിബിന് തൻ്റെ പിതൃവ്യപുത്രൻ്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പിരിഞ്ഞുപോക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയുന്നൊരു സംഗതിയായിരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞതെന്താണ്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഖ്ബിൽ യബിന ആഖി, സഹോദരപുത്ര ഇങ്ങോട്ട് വാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. എന്നിട്ട് അബൂ താലിബ് പറഞ്ഞു, ഇദ്ഹബ് യബിന ആഖി, സഹോദരപുത്ര നീ പോയിക്കൊള്ളുക. ഫഖുൽ മാ അഹ്ബബ്ത, എന്താണോ നിനക്ക് ആളുകളോട് പറയാനുള്ളത് അത് വിളിച്ചു പറഞ്ഞുകൊള്ളുക. ഒരിക്കലും തന്നെ ഫവല്ലാഹി മാ ഉസ്ലിമുക അബദ, നിന്നെ ഞാൻ ഒരിക്കലും കൈവടിയുകയില്ല, ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കണ കാലത്തോളം എൻ്റെ സംരക്ഷണം നിനക്കുണ്ടാവും. അതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ടതില്ല. എന്താണോ നിൻ്റെ ഇംഗിതം പോലെ ഈ മാർഗത്തിൽ പ്രവർത്തിച്ചു മുന്നേറിക്കൊള്ളുക എന്നാണ് അബൂ താലിബ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അപ്പോൾ അതോടുകൂടി ഖുറൈശികളുടെ രണ്ടാമത്തെ അബൂ താലിബുമായിട്ടുള്ള രണ്ടാമത്തെ സംസാരവും പരാജയപ്പെടുകയാണ്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയന്ത്രിക്കില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ഒരു പരിഹാരം? ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ എന്നാണ് പിന്നീട് തുടർന്നും ഖുറൈശി പ്രമുഖന്മാർ ചിന്തിക്കുന്നത്. ഈ പ്രാവശ്യം അവർ ഒപ്പിച്ച പണി എന്താണ്? മൂന്നാമത്തെ തവണ അവർ അബൂ താലിബിനെ ചെന്ന് കണ്ടു. അപ്പോൾ അബൂ താലിബിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉമാറത്ത് ബിനുൽ വലീദ് ഇബ്നുൽ മുഗീറ, വലീദ് ബിൻ മുഗീറയുടെ മകൻ അമ്മാറയെ കൂടെ കൂട്ടിയിട്ടുണ്ടവർ.
അമ്മാറ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്, അത്യാവശ്യം നല്ല ബുദ്ധിയും തൻ്റെ ഇടമൊക്കെ ഉള്ള സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. അവർ അബൂ താലിബിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അബൂ താലിബ് ഇതാ അമ്മാറ നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്, കൊള്ളാവുന്നവനാണ്, താങ്കൾക്ക് അമ്മാറയെ സ്വീകരിക്കാം, എന്നിട്ട് താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. താങ്കളുടെ മകനായിട്ട് അമ്മാറയെ സ്വീകരിച്ചോ, മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരാം, മുഹമ്മദിനെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം. അപ്പോൾ ഇത് ഏത് മനുഷ്യനാണ് അംഗീകരിക്കാൻ കഴിയാന്നുള്ളൊരു സംഗതി ഇതിലുണ്ട്. പക്ഷേ ഖുറൈശി പ്രമുഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബുദ്ധി മരവിച്ചു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിനോടൊക്കെയുള്ള വിരോധം ശരിയായ രീതിയിൽ വിവേകപൂർവ്വം ചിന്തിക്കാൻ പോലുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഒരു കൂട്ടർ, മറ്റൊരുത്തൻ്റെ മകനെ കൊണ്ടു കൊടുക്കുക ഒരാൾക്ക്, എന്നിട്ട് ഇയാളെ തീറ്റിപ്പോറ്റാൻ ആവശ്യപ്പെടാം, ഇയാളുടെ മകനെ വിട്ടുകൊടുക്കാനും പറയാം. സാധാരണ നമ്മളെ നാട്ടിലൊരു പ്രയോഗം ഉണ്ടല്ലോ, കാക്കക്കൂട്ടിൽ മുട്ടയിട്ട കുയിലെന്താ ചെയ്യുക, കാക്കത് തൻ്റെ മുട്ടയാണെന്ന രീതിയിൽ ആ മുട്ടക്കടയിരുന്ന് അതിനെ അത് മുറിഞ്ഞ് കുയിലിൻ്റെ കുട്ടിയായിട്ട് കാക്കക്കുഞ്ഞ് പോലുള്ള കുട്ടിയായിട്ട് വരുന്നു. കുയിൽക്കുട്ടിക്ക് ചിറക് വെക്കുമ്പോൾ അത് കാക്കയെ പരിഹസിച്ചുകൊണ്ട് പറന്നു പോവുകയാണ് ചെയ്യുക. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം സഹോദരപുത്രനെ ഖുറൈശികൾക്ക് കൊല്ലാൻ വിട്ടിട്ട് അമ്മാറയെ സ്വീകരിച്ചാൽ അമ്മാറയ്ക്ക് വേണ്ടി അയാളെ തീറ്റിപ്പോറ്റി അവസാനം അയാൾ എന്ത് ചെയ്യും? അയാൾക്കറിയാം അബൂ താലിബ് തൻ്റെ പിതാവല്ല, തൻ്റെ ആരുമല്ല, താൻ തൻ്റെ മകനാണ് എന്ന് അയാൾക്ക് ഇപ്പോൾ തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് അബൂ താലിബിനെ ഒഴിവാക്കി പോവാം. ഇതുപോലും ചിന്തിക്കാനുള്ള വിവേകം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഖുറൈശി പ്രമുഖന്മാരുള്ളത്. അതുകൊണ്ട് തന്നെ അബൂ താലിബ് അവരോട് ചോദിച്ചു, നിങ്ങളെന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? എത്ര വിഡ്ഢിത്തപരമായിട്ടുള്ള സമീപനമാണ് ഇപ്പം നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്? ഞാൻ നിങ്ങളുടെ ഒരുത്തനെ തീറ്റിപ്പോറ്റ നിങ്ങൾക്ക് വേണ്ടി, എന്നിട്ട് ഞാൻ എൻ്റെ മകനെ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരേ? നിങ്ങൾ അത്യാവശ്യമൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? കുറച്ചൊക്കെ നീതിബോധം നിങ്ങൾക്ക് വേണ്ടേ എന്നാണ് അബൂ താലിബ് ഈ സമയത്ത് ചോദിക്കുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ സമീപനം അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലായാലും എത്രമാത്രം ബുദ്ധിശൂന്യമാണ്, വിവേകശൂന്യമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം മുതൽക്ക് കുറേ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മർദ്ദന പീഡനങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ചരിത്രത്തിൽ മാത്രമല്ല, നമ്മളുടെ വർത്തമാനകാലത്ത് പോലും ഇസ്ലാമിൻ്റെ ആളുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മർദ്ദനമുറകൾ എത്രമാത്രം ക്രൂരവും രൂക്ഷവുമാണ് എന്നുള്ളത് ചരിത്രവും വർത്തമാനകാലവും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തെ എതിർക്കുന്ന അസത്യത്തിൻ്റെ കൂട്ടാളികൾ, കൂരിരുട്ടിൻ്റെ കിടാത്തരായിട്ടുള്ള കൂട്ടാളികളായിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം സത്യത്തെ പൊറുക്കുക, അതിനെ വളരാൻ വിടുക എന്നുള്ളത് ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയാത്ത. കാരണം സത്യം വളർന്നാൽ തങ്ങളുടെ മേധാവിത്വം, തങ്ങളുടെ താല്പര്യങ്ങൾ എല്ലാം തകർന്നടിയുമെന്നവർക്കറിയാം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം, ഇത് ഇവിടെ ഒന്നും നിൽക്കുകയില്ല, ഇത് വിജയിക്കും. ഇപ്പോൾ തന്നെ മുളയിൽ തന്നെ ഇത് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ വലിയ അപകടമാണ് വരാൻ പോകുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ കൊണ്ടുപിടിച്ച് അബൂ താലിബിനെ അങ്ങനെയായിട്ട് അവഗണിക്കാനും അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിരന്തരം അവർ അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാനും മടക്കി നിർത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ടി വന്നാൽ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഖുറൈശികളുടെ മനോഗതവും അവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. നേരത്തെ തന്നെ അവർ പല വിധത്തിലുള്ള വർധനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അബൂ താലിബിനെ വശീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങൾക്ക് എന്തും ചെയ്യാൻ പാകത്തിൽ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ വിട്ടുതരാൻ വേണ്ടി അബൂ താലിബിനെ സമീപിക്കുക എന്നുള്ള ആ ഒരു തന്ത്രമാണ് ഇവിടെ ഇപ്പോൾ ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലും അവർ പരാജയപ്പെടുകയുണ്ടായിട്ടുള്ളത്. കാരണം അബൂ താലിബിൻ്റെ വാക്ക് തന്നെ അതിന് തെളിവാണ്. നിങ്ങളെന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? അല്പമൊക്കെ നീതിപൂർവം ചിന്തിക്കണ്ടേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മകനെ തീറ്റിപ്പോറ്റുകയും എൻ്റെ മകനെ നിങ്ങൾക്ക് ഞാൻ കൊല്ലാൻ വിട്ടുതരികയും ചെയ്യുകയോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ബോധ്യമായി അബൂ താലിബ് നമ്മൾ പിടിച്ചിട്ട് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാം. ആ രീതിയിലാണ് അവർ അബൂ താലിബിൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോണത്. അപ്പോൾ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഏതൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെയും.